നമ്മുടെ എല്ലാം പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹമില്ലാത്ത പൂജാമുറി ഉണ്ടാവില്ല. അത്രയും പ്രാധാന്യമാണ് ഭഗവാന്റെ പൂജാമുറിയിൽ. ആ ഭഗവാന്റെ കോമള രൂപം കാണുമ്പോൾ നമുക്ക് അത്രയധികം ആനന്ദം തോന്നാറുണ്ട് മനസ്സിൽ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഭഗവാന്റെ രൂപമെങ്കിലും ഉണ്ടാവും. ആ ഭഗവാന്റെ ആ വിഗ്രഹത്തിന് ജീവൻ തുടിച്ചൊരു കഥ കേട്ടാലോ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ ഭക്തരായ രണ്ട് ദമ്പതിമാരുണ്ടായിരുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി, പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അവരെല്ലാ വർഷവും വൃന്ദാവനത്തിൽ പോകും, ഭഗവാനെ കാണും, രാധാറാണിയെ കാണും. എന്നാൽ പോലും ഒരിക്കൽ പോലും ആ ഭഗവാനോട് തങ്ങളുടെ സങ്കടം അറിയിച്ചിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ പലതും കഴിഞ്ഞു. അവർക്ക് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ജനിച്ചു. ആ കുട്ടിയെ അവര് നിറഞ്ഞ ഭക്തിയോട് കൂടെ തന്നെ വളർത്തി. ആ കുട്ടിക്ക് കല്യാണപ്രായമായി. കുട്ടിയെ വിവാഹം ചെയ്യാനായിട്ട് ഒരു ശ്രീകൃഷ്ണ ഭക്തനെ തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു. ഈ മാതാപിതാക്കൾ മരിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ മരിച്ചു. പക്ഷെ ഈ ശ്രീകൃഷ്ണ ഭക്തനും ഈ ശ്രീകൃഷ്ണ ഭക്തിയും വൃന്ദാവന യാത്ര മുടക്കിയിരുന്നില്ല. അപ്പോഴും അവർ വൃന്ദാവനത്തിൽ പോകുമായിരുന്നു, രാധാറാണിയെ കാണുമായിരുന്നു, ഭഗവാനെ കാണുമായിരുന്നു. അങ്ങനെ അവർക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുട്ടി ജനിച്ചു, ഒരു സുന്ദരനായ ഒരു ആൺകുട്ടി. അങ്ങനെ കാലങ്ങൾ പലതും കഴിഞ്ഞു പോയി. അപ്പോഴും ആ ഒരു വൃന്ദാവന യാത്ര അവർ മുടക്കിയിരുന്നില്ല. അങ്ങനെ ഈ ശ്രീകൃഷ്ണ ഭക്തയുടെ ഭർത്താവ് മരിച്ചു, മകന്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭക്ത മകനെയും മരുമകളെയും കൊണ്ട് വൃന്ദാവനത്തിൽ പോയിരുന്നു. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ മകന് കുട്ടികളായി. പിന്നെ അവർ പേരക്കുട്ടികളെയും മകനെയും മരുമകളെയും കൊണ്ട് വൃന്ദാവനത്തിൽ പോകാൻ തുടങ്ങി. അങ്ങനെ അവസാനമായിട്ട് പോയ സമയത്ത് അമ്മ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇനി അടുത്ത വർഷം എനിക്കിവിടെ എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മനസ്സുകൊണ്ട് എനിക്കിവിടെ എത്തണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ആരോഗ്യസ്ഥിതി അതെന്നെ ഇവിടെ എത്തിക്കില്ല. അതുകൊണ്ട് എനിക്കിനി എത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. അപ്പം അമ്മ ഭഗവാനോട് പറയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങിക്കും. എൻ്റെ ഭഗവാൻ എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഉണ്ണി അങ്ങ് ഇറങ്ങി ഓടി വന്നേക്കണം എൻ്റെ അരികിലേക്ക് എന്ന് പറയുകയാണ്. അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ വൃന്ദാവനത്തിൽ നിന്നും ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങി വീട്ടിലെത്തി. അമ്മ ദിവസവും ഭഗവാനെ കുളിപ്പിക്കാൻ തുടങ്ങി, ചന്ദനം ചാർത്താൻ തുടങ്ങി, ഉടയാടകൾ മാറ്റാൻ തുടങ്ങി, ഭഗവാൻ നേദ്യങ്ങൾ സമർപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഭഗവാനിൽ അമ്മയ്ക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ മകനും മരുമകളും വിചാരിച്ചു അമ്മയ്ക്ക് എന്തോ മാനസിക അസുഖമാണെന്ന്. എന്നാൽ പോലും അവരൊന്നും പറയാൻ പോയില്ല, കാരണം അമ്മയുടെ സന്തോഷമല്ലേ. അപ്പൊ ഒന്നും പറയാനായിട്ട് പോയില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാന്റെ ജന്മാഷ്ടമി വന്നു. അന്ന് അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ്. അപ്പൊ അമ്മ മരുമകളോട്